എല്ലാ ദിവസവും വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു ലോക നേതാവ്. എവിടെ യുദ്ധമോ സംഘർഷമോ നടന്നാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇടപെടുന്ന ലോക നേതാവ്. എടുത്തുചാട്ടക്കാരനെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന നേതാവ്. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായില്ലേ? അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നായകൻ. നായകനാണോ വില്ലനാണോ എന്ന് നിങ്ങൾ പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക. അമേരിക്കൻ പ്രസിഡന്റായ അദ്ദേഹം രണ്ടാമതും അധികാരത്തിലെത്തിയത് മുതൽ വിവാദങ്ങളുടെ പര്യായമായി മാറിയിരിക്കുകയാണ് ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തി രാഷ്ട്രത്തലവനാകുന്നത്. വിശേഷണങ്ങൾ ഒരുപാടുള്ള ട്രംപ് ഒരു പ്രാഞ്ചിയേട്ടൻ സ്റ്റൈലാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് അമേരിക്കൻ ഇടപെടൽ കൊണ്ടാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തിയതെന്ന് ട്രംപ് പറയുന്നു. ഇന്ത്യ ട്രംപിന്റെ ഈ നിലപാടിനെ പാടെ അങ്ങ് തള്ളിയെങ്കിലും അങ്ങനെയല്ല പാകിസ്ഥാൻ പറയുന്നത്. ട്രംപാണ് സമാധാനത്തിന്റെ തലതൊട്ടപ്പനെന്നും ആ ഒരു ഇടപെടലാണ് സംഘർഷം സമാധാനത്തിലേക്ക് വഴിമാറാൻ സഹായിച്ചതെന്നും പാകിസ്ഥാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ നയതന്ത്ര ഇടപെടലുകളിലെ കഴിവ് പരിഗണിച്ച് 2026 സമാധാന നൊബേൽ സമ്മാനം ട്രംപിന് തന്നെ നൽകണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോഴും വിശാല മനസ്കനായ ട്രംപ് പറയുന്നത് താൻ എന്തൊക്കെ ചെയ്താലും തനിക്ക് സമാധാന പുരസ്കാരം കിട്ടില്ല എന്നാണ്. താൻ ഇതിനോടകം 1 അല്ല 6 യുദ്ധങ്ങളാണ് ഇടപെട്ട് ഒഴിവാക്കി വിട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. You're talking about there, because we have many ceasefires going on. The whole world is. If I weren't around, you'd have right now 6 major wars going on. India would be fighting with Pakistan. You see what we just did yesterday with 2 nations that we're trading with. And during the trade, I said, I'm not going to do any trade deal unless you guys settle your differences. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് റോണ്ടയും തമ്മിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഉടമ്പടി ഒപ്പുവെക്കാൻ മധ്യസ്ഥത വഹിച്ചു. സെർബിയയും കൊസോവോയും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായി. ഈജിപ്തിനും എത്യോപ്യയ്ക്കുമിടയിൽ സമാധാനം നിലനിർത്തുന്നതിന് കാരണഭൂതനായി. എന്തിനേറെ പറയുന്നു, ഇപ്പോഴത്തെ തായ്ലൻഡ് കംബോഡിയ അതിർത്തി സംഘർഷം അവസാനിപ്പിക്കാനായി തന്റെ 18ാമത്തെ അടവെടുത്തു ട്രംപ്. ഈ സംഘർഷം അവസാനിപ്പിച്ചില്ല എങ്കിൽ വ്യാപാര കരാറുമായി മുന്നോട്ട് പോകില്ല എന്ന ഭീഷണിപ്പെടുത്തിയതോടെ ഇരു രാജ്യങ്ങളും അയഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ലോകസമാധാനം നിലനിർത്തുന്നതിൽ ട്രംപ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് സാരം. ഈ പാകിസ്ഥാന് പുറകെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ഇസ്രയേലും നാമനിർദ്ദേശം ചെയ്തു. സമാധാന അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. ശരിയാണ്, നെതന്യാഹുവിനത് പറയാം. കാരണം ഇറാൻ ഇസ്രയേൽ സംഘർഷ സമയത്ത് ഈ പരിഹാരം കാണണം, യുദ്ധം ചെയ്യരുത് എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് സമാധാന ദൂതൻ മലക്കം മറിഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഒരു രാത്രി പുലരും മുൻപേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ B-2 ബോംബർ ജെറ്റുകൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും പറഞ്ഞു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഈ ആഗ്രഹിച്ചതെല്ലാം നേടിയ ചരിത്രമുള്ള ട്രംപിന് അടുത്ത ആഗ്രഹം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. അതിനായി യുദ്ധം ഉണ്ടാക്കുന്നു, ഇടപെടുന്നു, അവസാനിപ്പിക്കുന്നു. അതിനുശേഷം സ്വന്തം സാമൂഹ്യ മാധ്യമമായ ദ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ സ്വയം പുകഴ്ത്തുന്നു. ഈ ഭരണം തുടങ്ങി 6 മാസമായിട്ടേയുള്ളൂ. ഇനി എന്തൊക്കെ ലോകം കാണേണ്ടി വരുമോ എന്തോ.